ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ജാൻ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ് നമ്മൾ നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ്. പക്ഷേ ഇന്നൊന്ന് നോക്കിക്കേ, അതെ ഗായ്സ്, ജാവ എഡിഷനാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ജാവ ലോഞ്ചറിൽ നിന്ന് ജാവ എഡിഷൻ കിട്ടിയിരിക്കുന്നു. കയറുന്നതിന് മുമ്പ് ഞാൻ കൺട്രോൾസ് എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയായിരുന്നു. ചെറിയൊരു പ്രശ്നം പറ്റി, കാരണം അത് വേറെ സൈസായിപ്പോയി. അത് മാറ്റാൻ വേണ്ടി നമ്മളെല്ലാം അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതായിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ജോയ്സ്റ്റിക്ക് വേണോ വേണ്ട, അപ്പോൾ ഇത് മതി. സേവ് കെ ലീവ് എഡിറ്റർ, യെസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യമേ ഒരു സർവൈവൽ വേൾഡ് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ടാണ് ജാവ കളിക്കുന്നത്, ഇതിനു മുമ്പ് കളിച്ചിട്ടില്ല. ഇപ്പോൾ ടാബ് എൻട്രാവേ, ഈ ടാബ് ഓപ്ഷൻ കാരണം എനിക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. എക്സ്ക്യൂസ് മീ, കൊഞ്ചം എഡിറ്റ്. ഈ സാധനം താത്ത് വരും. അപ്പോൾ കീബോർഡ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം, കാരണം എനിക്ക് പ്രശ്നം. അല്ലെങ്കിൽ സേവ് ലീവ് എഡിറ്റർ. ഇതിപ്പോൾ എങ്ങനെ കിട്ടിയെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഗൈസ്. നമുക്ക് സർവൈവൽ, ഹലോ കമാൻഡ്സ് ഓപ്പൺ, ഓക്കെ. ബോണസ് ടെസ്റ്റ് വേണ്ട, ഗെയിം റൂൾസ് ബ്ല 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 ബ്ല, എക്സ്പെരിമെൻറ്റ്സ് ബ്ല 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 ബ്ല, ഡേറ്റ പാക്സ് ബ്ല 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 ബ്ല. അയ്യോ, അതും കളഞ്ഞ്. അപ്പോൾ നമുക്ക് സർവൈവ് ചുമ്മാ കളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗായ്സ്, ഇതുപോലത്തെ ഇനിയും ജാവ വെർഷൻസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അവിടെയുള്ള മണിയൊന്ന് അടിക്കാനും അടിച്ച് പൊട്ടിക്കാനും എല്ലാവരും നോക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വേൾഡ് ഓപ്പൺ ആവും. I am so excited to play Java Edition. ഏടാ മോനെ, ആദ്യമായിട്ടാണ് ജാവ കാണുന്നത്. ഇതെൻ്റെ കീബോർഡിൻ്റെയൊക്കെ സംഭവമുണ്ട്. ഗൈസ്, ഈ GUI എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് കൺട്രോളൊന്നുമില്ല. ഇൻവെൻട്രി എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇൻവെൻട്രിയാണ് ഗൈസ്. പിന്നെ പ്രീ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പൊട്ടിക്കുന്നതാണ് ഗൈസ്. സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റേ സംഭവങ്ങളൊക്കെ തുറക്കുന്നതാണ് ഗൈസ്. ഓ യാ, നമുക്ക് കമാൻഡ് അടിച്ച് നോക്കാം ഗൈസ്. കീബോർഡ് എന്ത് ചെയ്യും, നമുക്ക് കീബോർഡ് നോക്കിയിട്ട് /ഗെയിം മോഡ് ക്രിയേറ്റീവ്. നമ്മൾ ക്രിയേറ്റീവ് മോഡായിട്ടുണ്ട്. എന്താ ഓട്ടോ ജമ്പ് ഇല്ലേ ഗൈസ്? നമ്മുടെ ഗെയിം മെന്യു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൈസ് ഇങ്ങനെ ഒന്ന് കാണണമെന്ന്. നമ്മുടെ ഓട്ടോ ജമ്പ് ആരോ ഓഫാക്കിയിട്ടേക്കുന്നേ. ഓട്ടോ ജമ്പ് ഓൺ ആക്കണം, എന്നാലേ എനിക്ക് കളിക്കാൻ കൊള്ളത്തുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പിഗി അല്ല, ജാവ എഡിഷൻ കളിക്കണമെന്ന്. ഇതൊക്കെ കിട്ടിയത് കളിക്കാനിങ്ങനെ വിചാരിച്ചിരുന്ന. കൊള്ളാം, നമുക്ക് പറന്ന് നോക്കാം. റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റത്തില്ല ഗൈസ്, അതൊരു പ്രശ്നമായിപ്പോയി. അല്ലായിരുന്ന പൊളിച്ചേനെ. നമുക്കിപ്പോൾ എന്നാ ചെയ്യുക? യെസ് ഗൈസ്, നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ മോനെ വിഷയം തന്നെ. അവിടെ ഹെവി കോറ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഹെവി കോർ ഇപ്പോൾ താഴത്തോട്ടിട്ട് എന്ത് ചെയ്ത്? ഹെവി കോറാണ് ഗൈസ്. വിഷയം. ഇനി നമുക്ക് ഒരു സാധനം കൂടെ സെറ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. ഇൻവെൻട്രി പോവുക. ഇത് ഇവിടെയാണോ നമ്മുടെ ഇലൈട്ര? സർച്ച് ബോക്സ് കിതറേ. യെസ്, കീബോർഡ് ഗൈസ്, നമ്മുടെ ഇലൈട്ര കിട്ടിയിട്ടുണ്ട്. പിന്നെ തന്നെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് ഗൈസ്, ഉണ്ടോ? ഗോൾ റീച്ച്ഡ് അമ്പൊക്കെ കിട്ടി. തൊട്ട് നമ്മൾ സെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിഞ്ഞു. നമ്മൾ 8 സെറ്റാണ് ഗൈസ്. നമുക്ക് എൻ്റെ ജാവ എഡിഷനെ കൂട്ട് അഡ്വാൻസ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻഡിലോട്ട് പോകണമെന്നുണ്ട് ഗൈസ്.
എൻഡിൽ പോയിട്ട് അടിച്ചു പിടിക്കണം. നമുക്ക് നമ്മുടെ ഇത് കൂട്ട് ഫ്ലൈ അടിക്കാൻ പറ്റുമോ നമ്മുടെ? അയ്യോ, എങ്ങനെയായിരുന്നു? സെക്കല്ല അല്ലേ? ഓ, നമ്മൾ വീണ്ടും എടാ മോനെ, ഏതാ വിഷയ സാധനം? ആ ലാവ പൂൾ. നമ്മൾ ലാവ വീണ്. നമ്മൾ ഓവർ വേൾഡാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നെതറിൽ പോയി നോക്കാം. നെതറിൻ്റെ അവസ്ഥ എന്തോടി ഇപ്പോൾ കേട്ടെ? ഇത് ക്രൗച്ച് ഗൈസ്, ഇത് ഫോർവേഡ്, ബാക്ക്വേഡ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ആദ്യമായിട്ട് ജാവ കളിക്കുന്നതിന് ഒരു ഉന്മേഷമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിനി ഒബ്സിഡിയൻ്റും ഫ്ലint ആൻഡ് സ്റ്റീലും എടുക്കാം. അയ്യോ, കീബോർഡ്. ഒബ്സിഡിയൻ ഐസ് ബക്കറ്റ് ചലഞ്ച്. ഇനി ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമുക്ക് ഇവിടുന്ന് വേണ്ട. നമുക്ക് ഇവിടുന്ന് പോയിട്ട് എവിടെ അല്ലേ ഡാബി? ഇവിടെ അല്ലായോ? എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഫ്ലിൻ്റ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ? ഇനി അടിച്ചു തെറ്റിപ്പോയോ? അല്ലേ വേണ്ട, നമുക്കൊരെണ്ണം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. എടുത്ത് അങ്ങോട്ട് കീബോർഡ് ചെയ്തേ നമ്മുടെ ജീവയിലോട്ട് പോകാം. ഇവിടെ ഫ്ലിൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഗൈസ്. പിന്നെ തന്നെ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഫയർ ചാർജ് വെച്ച് ചാർജ് അടിക്കാം. ഓക്കെ, ഇൻവോ ക്ലോസ് ചെയ്യടോ. എനിക്കെൻ്റെ കൺട്രോളൊക്കെ പഠിച്ചു തരുന്നേ ഉള്ളൂ. 1 2 3. ഞാൻ അങ്ങനെ ഒരു പോർട്ടൽ ഉണ്ടാക്കുന്നതെന്ന് മറന്നുപോയി. 4 എണ്ണം വേണ്ടേ? 4 4 അല്ലേ? അങ്ങനെ അങ്ങോട്ടല്ലേ? 1 2 3 4. ഇതിപ്പോൾ എത്രയേ? നമ്മളങ്ങോട്ട് തുഴഞ്ഞങ്ങോട്ട് പോവാ. 1 2 3 4. തെറ്റിപ്പോയോ എന്നൊരു സംശയം. അയ്യോ ഗൈസ്, 5 ആയിരുന്നോ? എൻ്റെ കൺട്രോൾ അങ്ങോട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. അത് ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഓക്കെ ആയി ഗൈസ്. നമ്മൾ താഴത്തോട്ട് ക്രൗച്ച് ഞെക്കണം, എന്നാലേ താഴത്തോട്ട് പോകത്തുള്ളൂ. യെസ് ഗൈസ്, നെതർ പോർട്ടൽ ആക്ടിവേറ്റഡ്. നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ APK വെർഷനിൽ പോലും കിട്ടാത്ത സെക്ഷനാണല്ലോ ദൈവമേ ഇത്. ഓക്കെ, നമുക്ക് നേരെ നെതറിലേക്ക് പോവാം ഗൈസ്. അയ്യോ, ഇതെന്തോ ഇത്? യെസ് ഗൈസ്. എന്നാ സൗണ്ടായത്? നല്ല സൗണ്ടാട്ടോ നെതറിന്. ഒരു ബാഡ് നമ്മളിങ്ങനെ തുഴഞ്ഞങ്ങോട്ട് പോവാ. നമ്മളിത് ഇങ്ങനത്തെ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ആണല്ലേ. ഇതാണ് ഗൈസ് നമ്മുടെ നെതർ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഈ നെതർ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി മോശമാണ്. പിഗ്ലിൻസ്, ഹലോ പിഗ്ലിൻ. നല്ല രസമുണ്ട് ഗൈസ് നെതർ ഇങ്ങനെ കാണാൻ. ഹായ് ലവ. നമ്മൾ ലാവയുടെ മണ്ടക്കൂടെ ഒക്കെ നടന്നു പോണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെതറാണ് ഗൈസ് ഇത്. ക്രീപ്പി സൗണ്ട്സ്. നമുക്ക് ഇതിൻ്റെ റൂഫിലോട്ട് പോകണം. റൂഫിൽ പോയി ഇച്ചിരി എക്സ്പെരിമെൻ്റ് ഉണ്ട്. അരേ വാ, ഇത്രയും പെട്ടെന്ന് റൂഫിലോട്ട് എത്തിയോ? യെസ് ഗൈസ്, ദിസ് ഈസ് അവർ നെതർ റൂഫ്. നമ്മൾ ഡയറക്റ്റ്ലി പെട്ടെന്ന് തന്നെ നെതർ റൂഫിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. വണ്ടർഫുൾ റൈറ്റ്? നമുക്കിവിടെ ഒരു പോർട്ടൽ വെച്ച് നോക്കാം. അയ്യോ, മാറിപ്പോയി. അതിൻ്റെ എടാ എന്നാ സൗണ്ടാ ഇത്? മനുഷ്യന് മര്യാദയ്ക്ക് കളിക്കാനും പറ്റുന്നില്ല. അമ്മ ഒരു സൗണ്ട് അതിന്.
ക്രീപ്പി സൗണ്ട്സ്. ഞാൻ ബെഡ് റോക്കിൻ്റെ അടി മഞ്ഞ് പോവുക. ഇത് എത്ര എണ്ണം ഉണ്ടെന്നും അറിയില്ല. നമ്മുടെ ബെഡ് റോക്ക് കൂട്ടല്ല ഗൈസ്, ഇച്ചിരി പെശകാണ്. 1 2 3 4. ഇവിടെ 4 1 2 അല്ല 3 4 1 2 3 4 5. ഈ പണ്ടാരക്കാല സൗണ്ട് കാരണം മനുഷ്യനാണെങ്കിൽ ചെവിതാര കേൾക്കുന്നില്ല. നമുക്ക് ഓവർവേൾഡിലേക്ക് പോകാം ഗൈസ്. ഇതെവിടെ കൊണ്ടാണ് എന്നെ സ്പോൺ ചെയ്യിപ്പിച്ചേക്കുന്നത്? നമ്മളൊരു കേവിൻ്റെ ഉള്ളിലോട്ടാണ് ഈ സാധനം കൊണ്ട് വിട്ടേക്കുന്നത്. നമ്മളതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് പോയാൽ മതി ഗൈസ്, അപ്പോഴേ ഇത് തിരിച്ചു കൊണ്ടുവരും. നമുക്ക് താഴത്തോട്ട് പോവാം. ഇവിടെ നമ്മുടെ വേറൊരു പോർട്ടൽ, ഇതേവോ സാലാക്കുത്ത. എന്തിയുടെ ഇത്? അതും പോയി. ഇനിയിപ്പോൾ ഓവർവേളിലൂടെ തിരിച്ചു പോകണമെങ്കിൽ തന്നെ പ്രശ്നമാണല്ലോ. നമുക്ക് വീണ്ടും നെതറിൻ്റെ റൂഫിലേക്ക് പോകണം. നമ്മൾ ഗ്ലൈഡ് ചെയ്ത് ഒഴുകി അങ്ങോട്ട് പോവുക ഇല്ലോട്ട്. നെതർ റൂഫ് എത്തി. ബെഡ് റോക്ക് എവിടെ പോയി? എൻ്റെ പൊട്ടൽ. അതാ നമ്മുടെ പൊട്ടൽ. നമുക്കിത് വഴി എലൈറ്റർ വെച്ച് ഇങ്ങനെ ഗ്ലൈഡ് അടിച്ച് പോവാം. പറക്ക്. കറക്റ്റ് കയറാൻ പറ്റിയില്ല. കയറിപ്പോട്ടെ. ആ പോർട്ടൽ ഈ പോർട്ടലും കൂടെ കണക്റ്റായ ഷിറ്റ് ഓഫ് ദ ഷിറ്റ് ഗൈസ്. വാട്ട്. ഓക്കെ, നമുക്കിനി എൻഡിലോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു പ്രാവശ്യം പോർട്ടൽ വെച്ച് നോക്കിയായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതെന്താണെന്ന് എനിക്കും അറിയില്ല എന്താ പറ്റിയെന്ന്. നമുക്കപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു പോർട്ടൽ വെക്കാനുള്ള സ്ഥലം റെഡിയാക്കണം. അവിടെ നമുക്ക് പോർട്ടൽ വെച്ചിട്ട് നമുക്കിവിടെ പോർട്ടൽ സെറ്റാക്കാം. നമുക്ക് ഇങ്ങോട്ട് പോകണം. സെർച്ച് കീബോർഡ് എന്തായിരുന്നു? എൻ്റെ നടിച്ചാൽ മതി ഗൈസ്, ബാക്കി കിട്ടിപ്പോകും. എൻ്റെ പോർട്ടൽ, എൻ്റെ ഐസ് ഓഫ് എൻ്റർ പേൾ, ഇതെല്ലാം ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ 1 2 അയ്യോ 1 2 3 ശരിയാണ്. ഞാൻ വെക്കുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ് വെക്കാറ്. എല്ലാവരും ഇങ്ങനെ ഇരിക്കണം. നമ്മൾ മിഡിൽ നിന്നിട്ട് ഐ ഓഫ് എൻ്റർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറന്ന് നിന്നാ ചെയ്തേ, അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. അത് എൻ്റെ ആക്ടിവേറ്റ് ആവൂ. മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. എടാ മോനെ, ഏത് ഐറ്റം പൊളിച്ച്. ഇതെന്തുവാ? ഡാർക്ക് സ്ട്രക്ചേഴ്സ്. പിന്നെന്താ ലൈറ്ററിൽ പറക്കുക? ഇവിടെ എന്താ എൻ്റെ ഇല്ലേ? ഇവിടെ ഫുള്ള് ഇരുട്ടാണല്ലോ. പിന്നെ ഗൈസ് 1 മിനിറ്റ് നമുക്ക് നമ്മുടെ നൈറ്റ് വിഷന് വേണ്ടിയുള്ള കോഡ് തപ്പിപ്പിടിച്ചിട്ട് വരാം. ഗൈസ് നമ്മളിപ്പോൾ പോയി നോക്കിയായിരുന്നു. നല്ല സൗണ്ട്. ഞാൻ ഇപ്പം കണ്ട കോഡ് നടിച്ചു നോക്കട്ടെ. /effect space at a NIGHT night underscore vision
എഫക്റ്റ് അറ്റ് നൈറ്റ് അണ്ടർസ്കോർ വിഷൻ ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ് ഫോർ കമാൻഡ് ഷിറ്റ് ഓഫ് ദ ഷിറ്റ് ഗൈസ്. ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് വരാം. ആഫ്റ്റർ സോ മച്ച് റിസർച്ച് എനിക്കിത് പറ്റുന്നില്ല ഗൈസ്. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ എൻ പോർട്ടൽ കേൾക്കുന്നത്. നമ്മൾ ഡ്രാഗനെ കില്ല് ചെയ്യാൻ വേണ്ടി എന്തുമായിരുന്നു ഗൈസ് വേണ്ടത്? നമ്മൾ തേർഡ് പേഴ്സൺ കീ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ലൈറ്ററും വെച്ചോ നിൽക്കുന്നു. ഇവിടെ വെട്ടമില്ല, അതാണ് പ്രശ്നം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റാക്കുന്നതായിരിക്കും. ഞാൻ ഇവിടെ നിർത്തുന്നില്ല. നമുക്ക് ഇതിനെ കില്ല് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചാറ്റ് കോഡ് /kill ഡ്രാഗൺ. എൻ്റർ ഡ്രാഗൺ അല്ലേ? ഡ്രാഗനെ കൊല്ലേണ്ടി വരുമല്ലോ ഗൈസ്. ഒരുമാതിരി മൂഞ്ചിക്കുത്തി പരിപാടി പോയി. മിസ്റ്റർ ഡ്രാഗൺ ഇത് രാജ. ശരി, ഇനി നമുക്ക് വീട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ഇത് തന്നെ വേണം. അതിനിപ്പോൾ തന്നെ നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഡെത്ത് സ്ക്രീൻ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. ചാറ്റിൽ പോണു, കീബോർഡ് /kill. യെസ് ഗൈസ്, നമ്മൾ ചത്തിരിക്കുകയാണ്. നമ്മുടെ സ്പോൺ പോയിന്റ് വന്നിരിക്കണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ അടുത്ത ദിവസം അടുത്തൊരു ജാവ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ഇനി ഇതുപോലത്തെ ജാവ എഡിഷൻ വേണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സ് ചെയ്യുക. അപ്പോൾ ഗൈസ്, മിസ്റ്റർ RJ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ.